ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡിന് അംഗീകാരം. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ ഏക സിവിൽ കോഡ് നിയമമായിട്ടുണ്ട്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, നീട്ടിയെറിയുകയായിരുന്നു ഈ സംസ്ഥാനം. ഏതൊക്കെ വ്യവസ്ഥകളാണ് ഇനി പ്രാബല്യത്തിൽ വരിക രാഷ്ട്രപതി നിയമത്തിൽ ഒപ്പിട്ടതോടെ? പ്രജേഷ്, ഈ രാജ്യത്ത് തന്നെ ആദ്യമായി ഏക സിവിൽ കോഡ് നിലവിൽ വരുന്ന അല്ലെങ്കിൽ ആ നിയമം നിലവിൽ വരുന്ന സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉത്തരാഖണ്ഡ്. ഇനി നോട്ടിഫൈ ചെയ്യുക എന്നുള്ളൊരു ഭാഗം മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 6 തന്നെ സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കുകയും ഫെബ്രുവരി 28 ഗവർണർ ഒപ്പിടുകയും പിന്നീട് കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടായിരുന്നു അത് രാഷ്ട്രപതിക്ക് അയക്കുകയും ഇപ്പോൾ രാഷ്ട്രപതിയുടെയും സാങ്ഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമമാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ മുത്തലാഖ്, അതുപോലെ തന്നെ വിവാഹം, എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ കുടക്കീഴിൽ തന്നെ ഉണ്ടാകുന്ന നിയമങ്ങൾ. അത് പലതരത്തിലും ഈ വിവാഹം, വിവാഹമോചനം, ദത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെ തന്നെയുള്ള അവകാശങ്ങളും നിയമങ്ങളും അത് തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ 3% വരുന്ന ട്രൈബൽ ST പോപ്പുലേഷനെ ജനസംഖ്യ ഈ ഏക സിവിൽ കോഡിൻ്റെ പരിധിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉത്തരാഖണ്ഡിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഏക സിവിൽ കോഡ് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നുള്ള കാര്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അസമും അതുപോലെ തന്നെ ഗുജറാത്തും കൂടി ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും രാഷ്ട്രപതിയുടെ അംഗീകാരം വന്നതോടുകൂടി ഈ ഏക സിവിൽ കോഡ് നിയമമാകുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരി.